സുഹൃത്തുക്കൾ, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളെ കുട്ടികളെ രസകരമായിട്ടുള്ളൊരു അടിപൊളിയൊരു മീൻപിടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു കുളത്തിൽ നിന്ന് 1 കിൻഡലിന് മീതെ നാടൻ മീനുകളെ നമ്മൾ ഈ കുട്ടികൾ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രസകരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കണ്ടോ കിട്ടോ. അപ്പോൾ ഈ ഒരു കുളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അംസാഖാൻ്റെ ചെമ്മീൻകെട്ടിലെ 2ാമത്തെ കുളമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അംസാഖാൻ്റെ 1ാമത്തെ കുളം മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ പേജ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. ആ ഒരു വീഡിയോയിൽ ഈ കുളങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ 2ാമത്തെ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുളങ്ങളൊക്കെ 2 വർഷമായിട്ട് മീൻ പിടിക്കാതെ അടഞ്ഞ് പുല്ലും ചണ്ടിയൊക്കെ അടഞ്ഞ് കിടക്കുകയെന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ഒരു 2ാമത്തെ കുളത്തിൽ നിന്ന് മാത്രം നമ്മളെ മറ്റൊരു കുറച്ച് സുഹൃത്തുക്കൾ വന്ന് ഇതിലുള്ള പുല്ലും ചണ്ടിയൊക്കെ മാറ്റി മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2ാമത്തെ കുളത്തിൽ പുല്ലും ചണ്ടി ലേശം കുറവായിരുന്നു മറ്റു കുളങ്ങളെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ മീൻ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുളത്തിലുള്ള വെള്ളമൊക്കെ വറ്റിച്ച് ഇട്ടിട്ടുണ്ട് മീൻ പിടിക്കാൻ പാകത്തിനായിട്ട്. അതുപോലെ ഇതിലുള്ള മീൻ പിടിക്കുന്നത് എഹിയാക്ക തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കുളത്തിൽ നിന്ന് എഹിയാക്കാൻ്റെ സുഹൃത്തുക്കളെ കൂടി ചേർന്നിട്ടാണ് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ാമത്തെ കുളത്തിൽ മീൻ പിടിക്കാനായപ്പോഴേക്ക് എഹിയാക്കാൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ള കുട്ടികളാണ് കേട്ടോ എഹിയാക്കാക്ക് മീൻ പിടിച്ചു കൊടുക്കാൻ എന്ന് ഏറ്റിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടികളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ മീൻ പിടിക്കുന്ന ഒരു കുട്ടികളാണ്, ഒരു ടീമായിട്ട് മീൻ പിടിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു ബക്കറ്റ് കിട്ടിയാൽ മതി. ചെറിയൊരു കുഴിയൊക്കെ ആണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഊത്ത് മറ്റ് വല കാര്യങ്ങളൊന്നും വേണ്ട, അവർ തപ്പി തന്നെ പിടിക്കുന്ന ടീമാണ് കേട്ടോ. അതുപോലെ തന്നെ വലിയ കുളങ്ങളൊക്കെ മറ്റ് ടീമുകളൊക്കെ വന്ന് മീൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ 2ാം പിടുത്തക്കാർ ഇവരായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം പിടിച്ച് പോയവർക്ക് കിട്ടാത്ത മീനുകളൊക്കെ ഇവർ പിടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ മീൻ പിടിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളപ്പോൾ കാണാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ മൊബൈലിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ വളരുന്ന കുട്ടികളാണ്. അപ്പോൾ അത്തരം കുട്ടികൾക്കൊക്കെ ഇവരൊരു മാതൃകയാണ് കേട്ടോ. അതായത് പ്രകൃതിയോട് ഇണങ്ങി, അതായത് മീൻ പിടിക്കുന്ന സമയത്ത് മീൻ പിടിക്കും, കളിക്കുന്ന സമയത്ത് കളിക്കും, അങ്ങനെ പ്രകൃതിയോട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ വളർന്നു വരുന്ന ഭാവി തലമുറയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ വരെ പ്രോത്സാഹിപ്പിക്കുക, അതിനൊപ്പം തന്നെ ഇവരെ സുരക്ഷയും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കുട്ടികളെ മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കട്ടോ. ഇപ്പോൾ കിട്ടുന്ന മീനുകളൊക്കെ ചാക്കിലാക്കി ഇതുപോലെ കൊണ്ടുപോകട്ടാ. കൊണ്ടുപോയി അവിടെയാണ് മീനിടുന്നത്, തൂക്കി. അതപ്പുറത്ത് കംപ്ലീറ്റ് മീനാട്ടാ. അവിടൊക്കെ മീനാട്ടാ. അവിടെ പിടിച്ച് അതവിടെ കയറി പിള്ളേരെ കൊടുത്തത് വേറെ തന്നെ രസാട്ടാ. എല്ലാരും അതിലും മീന. വട്ടം കിടക്കുന്ന മീനാട്ടാ. പൊന്തനല്ലേടാ, ചാക്ക് പൊന്തനല്ലേട്ടാ. ഇങ്ങോട്ട് തന്നാളടാ, ഇങ്ങോട്ട് തന്നാളാ. അവിടെ ചാടിയിട്ട് മറിഞ്ഞിട്ട് കേട്ടാ ഇടിച്ചൊതുക്കി ഇവിടെ. ഇവിടെ
പിടിയടാ. പിടിച്ച് പിള്ളേര് വേറെ ലെവലാട്ടാ. ഉള്ള മീനാട്ടോ ഇവിടെ. ഇത് നോക്ക ചളിന്ന് പിടിച്ചൊതുക്കാണ്. അതേട്ടാ അടുത്ത് കടു, വാളക്കടു. എന്താ വലിപ്പം. ചാക്കിൽ ഫുള്ള് വരാലാണ്. ചാക്കിലാക്കിയിട്ടാണ് കയറ്റുന്നത്. ചെളിയിലിങ്ങനെ കിടന്ന് പിടിച്ച് പൊക്കിക്കൊണ്ടിരുന്നത് കണ്ട. കടുവിനവിടെ ഒതുക്കാണ്. കുത്ത് കിട്ടിയടാ. ഒരു കുത്ത് കിട്ടി നമ്മളെ ചെക്കന്. പക്ഷെ ഒന്നൊരു വിഷയമല്ല കേട്ടോ അവന്. മുമ്പില് അവന് മേലെ തട്ടി. വീണ്ടും അടുത്ത കുത്ത് കിട്ടിട്ടാ. എന്താ ഇപ്പൊ എന്റെ കഥ? ഇജ്ജ് പേടിച്ചാ കടുവിന്റെ? പിന്നെ രണ്ടാമത്തെ കുത്ത് കിട്ടിട്ട് കേറിയിരുന്നു. ഞാൻ എപ്പ കേറണ്ടാണ്? 1 2 കുട്ടികളൊക്കെ അതെ നാസ്ത കഴിക്കാനും ചെറിയ റെസ്റ്റിനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ ചെറിയൊരു ഏരിയ പിടിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളാണ് ഈ ഒരു മീൻ ബോക്സിൽ ഇരിക്കുന്നത്. വരാല്, കടു, പൊരിക്ക്, അങ്ങനെ എല്ലാ മീനുകളും ഉണ്ട് കേട്ടോ. ഈ ഒരു മീൻ ബോക്സിലാണ് എല്ലാം കൂടി. അപ്പോൾ നമ്മൾ ഇനി ബാക്കി കൂടി പിടിച്ച് വീഡിയോയുടെ ലാസ്റ്റ് കിട്ടിയ എല്ലാ മീനുകളും കൂടി കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തട്ട കുട്ടികളിങ്ങനെ ഒരുമിച്ച് നിരന്ന് നിന്ന് തപ്പി വരട്ടെ ചെളിയില്. ചളി ഇങ്ങനെ തപ്പി പോവട്ടെ. വരാലുകളൊക്കെ ചളിയിൽ താന്നിരിക്കും. അതാ നമ്മളെ കുട്ടികൾ ഫുള്ള് കണ്ണിങ്ങിലാട്ടാ ഇതിൽ പിടിക്കുന്നത്. പറയാൻ കാരണം നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നൊരു അരുവിക്കോടെ തുടങ്ങിയത് അങ്ങനെ ഇതിലൂടെ വന്ന് ഒരുമിച്ചാണ് എല്ലാവരും തപ്പി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഒക്കെ ഒരുവിധം മാക്സിമം നമുക്ക് കിട്ടുട്ടാ. എല്ലാവർക്കും മീൻ പിടിക്കാനും പറ്റും, മീൻ മാക്സിമം അത് കിട്ടുകയും ചെയ്യും. അതാണ് ഒരാളേക്ക് ഒന്ന് പോയാൽ അപ്പുറത്തെ ആളെ കയ്യിലായിട്ട് ഭയങ്കര രസമാവും കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് നമ്മളെ കുട്ടികൾ പിടിക്കുന്നത്. ഈ രീതിയിലാവുമ്പോൾ എല്ലാവർക്കും മീൻ പിടിക്കാം. അല്ലാതെ ഇവിടെ ഒരാൾ അവിടെ ഒരാൾ അവിടെ ഒരാളാകുമ്പോൾ മീൻ അവിടെ ഇവിടെയൊക്കെ താവുക അല്ലാതെ കിട്ടാൻ അതാ ഇവിടെ അടുത്ത് ഇതാ ഇതാണ് ആവേശം. ഇതാ സൈസ് സാധനം എടാ ചെളയെ കയ്യിലുണ്ട് കേട്ടാ.
സുഹൃത്തുക്കൾ, അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയതുകൊണ്ട് 2 പാർട്ടുകളായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുട്ടികളെ ബാക്കി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടി കാണട്ടോ.